പ്രിയമുള്ളവരെ, ഇന്നലെ വരെ സംസ്ഥാനത്ത് ചില മാധ്യമങ്ങളും രാഷ്ട്രീയ വിശകലന വിദഗ്ധരുമൊക്കെ ചർച്ച ചെയ്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന കോൺഗ്രസിന്റെ പുനഃസംഘടന നടക്കുമ്പോൾ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്തെത്തുമെന്നാണ്. ഒരുപക്ഷെ വർക്കിംഗ് പ്രസിഡന്റ് പോലെയുള്ള സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ചാനൽ ചർച്ചകളിലെ പ്രാതിനിധ്യവുമൊക്കെയായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയോഗിക്കപ്പെടുമെന്നാണ് ഇന്നലെ വരെ ചർച്ചയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളും വിശ്വസനീയമായ ചില കോൺഗ്രസ് വൃത്തങ്ങളുടെയും സൂചന അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃനിരയിലേക്ക്, ഒരുപക്ഷെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കപ്പെട്ടേക്കാം എന്ന വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് രാഹുലിനെ നിയോഗിക്കുന്നത് ചില പ്രതിഷേധത്തിന് കാരണമാകാം. CPM ഒക്കെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ഒക്കെ ആകുന്ന ഒരു മാത്രയിൽ എന്ന ഒരു വിശകലനമാണ് കോൺഗ്രസിനെ ഇപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃതലങ്ങളിലേക്ക്, ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നയിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡൽഹിയിൽ പഠിച്ച ആളാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുമായിട്ട് 2 PG രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദി കൈകാര്യം ചെയ്യാനും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും ഒന്നും വലിയ പ്രയാസമില്ല. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന ചില വിശകലനങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഡൽഹിയിൽ ചരടുകൾ വലിക്കുന്നു എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രകടനം, ചാനൽ ചർച്ചകളിലെയും മറ്റും പ്രകടനം, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ ഉള്ള പ്രകടനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നല്ലതുപോലെ ബോധിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യസഭയിൽ ഒഴിവുവരുന്ന ഏതെങ്കിലും സീറ്റിൽ അദ്ദേഹത്തെ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിർത്തി വിജയിപ്പിക്കുവാൻ കഴിയും എന്ന ഒരു നിഗമനവും നടത്തുന്നുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ ഉടനെ ഒന്നും തിരഞ്ഞെടുപ്പ് വരുവാനില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് ഇരുളടഞ്ഞു പോകും. തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കോൺഗ്രസിന് രാജ്യസഭയിൽ MPമാരെ വിജയിപ്പിക്കുവാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ നിർത്തി വിജയിപ്പിക്കുവാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നു എന്ന് തന്നെയാണ് പ്രധാനമായ ചർച്ചകൾ വരുന്നത്. എന്തായാലും ഇലക്ഷൻ കഴിയുന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള വാദഗതികൾ കെട്ടടങ്ങുമെന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം കരുതിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ സോഷ്യൽ മാധ്യമങ്ങളിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്നത് ഇനി കണ്ടിരിക്കുവാൻ കഴിയില്ല എന്ന രീതിയിലാണ് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും നിലപാട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മേലുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട നേതൃ പദവികളിലേക്ക് തിരികെ വിളിക്കണം എന്ന ഒരു ആവശ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലും അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിലും ഉണ്ട് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും അതിന് അദ്ദേഹത്തിന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന ചില വസ്തുതകൾ പുറത്തു വരികയാണ്. അതാണിപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ചും അഖിലേന്ത്യാ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെയും ഞാൻ നോക്കി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ അദ്ദേഹം ജനകീയ സമരം, ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിനപ്പുറം അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദി, ഇംഗ്ലീഷ് പരിജ്ഞാനം പാർട്ടിക്ക് മുതൽക്കൂട്ടാകും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ന ഒരു വിലയിരുത്തലും വരുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടെ പാർട്ടിയുടെ അടിത്തറ കെട്ടിപ്പടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. ആ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ തിരിച്ചു വരുവാൻ കഴിയും എന്നൊരു രാഷ്ട്രീയ നിഗമനം കോൺഗ്രസിൻ്റെ നേതൃപദവിയിലുള്ളവർ വിലയിരുത്തുന്നു എന്നതും ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഭവിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന് കരുതിയവർക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് ലഭിക്കുന്നത് എന്ന ഒരു വസ്തുതയുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആളുകൾ അവരിപ്പോൾ പാർട്ടി വൃദ്ധങ്ങളിലൊന്നും കാണുവാനില്ല എന്നതും പ്രത്യേകതയാണ്. അദ്ദേഹവുമായി ആരോപണം ഉന്നയിച്ച സിനിമാ താരം അവരിപ്പോൾ നേതാക്കന്മാരുമായി ഉള്ള വീഡിയോ ഷൂട്ടുകളിലോ അല്ലെങ്കിൽ സെൽഫികളിലോ ഒന്നും കാണുന്നില്ല. നേതാക്കന്മാർ പർപ്പസ്ഫുള്ളി അവരെ ഒഴിച്ചു നിർത്തുന്നു എന്ന രീതിയിലുള്ള വിശകലനം തന്നെയാണ് പാർട്ടി അണികളുമായി ബന്ധപ്പെട്ടും പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്നത്. കാരണം നേതൃത്വത്തിനെതിരെ പാർട്ടി അണികളിൽ ഒരു വികാരമുണ്ടാകുന്നതിന് കാരണമാകും എന്ന തിരിച്ചറിവ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തികളെയൊക്കെയും മാറ്റി നിർത്തുവാൻ സംസ്ഥാന നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനം കൂടി പുറത്തു വരുന്ന സമയമാണിത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഒരാളായിരുന്നു. സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, പിന്നീട് ഷാഫിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഷാഫി പാലക്കാട് നിന്ന് വടകര ലോക്സഭയിലേക്ക് പോയപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നുള്ള MLA വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയത്തിൽ കൊടുമുടികൾ കീഴടക്കിയുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കീഴടങ്ങലും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. വളരെ
ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയായതുകൊണ്ട് തന്നെ അതിൻ്റെ ആഘാതവും കൂടുതലായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ചർച്ചകളൊക്കെയും വ്യക്തമാക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലും കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള അണികൾക്കിടയിലും ഒക്കെയും വലിയ രീതിയിലുള്ള ഒരു ഇഷ്ടവും സ്നേഹവും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉണ്ട് എന്ന ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് പരിഗണിക്കാതിരിക്കുവാൻ തരമില്ല എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും അവിടുത്തെ ഇലക്ഷൻ റിസൾട്ട് പരിശോധിച്ചാലും നമുക്ക് വ്യക്തമാകുന്നത് അതാണ്. കാരണം കോൺഗ്രസിന് വലിയ തരംഗമുണ്ടായ ഇലക്ഷനിൽ പോലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ ഭൂരിപക്ഷം അവിടെ രമേശ് പിഷാരടിക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞില്ല എന്നൊരു വസ്തുതയും കൂടുതലുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ രമേശ് പിഷാരടിയേക്കാളും ആ മണ്ഡലത്തിൽ സ്വീകാര്യനാണ് എന്നൊരു വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിക്കുന്നുണ്ട് എന്ന വസ്തുത തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും മറ്റൊരു സംഗതി ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ഷാഫി പറമ്പിലിൻ്റെ ശക്തമായ ഇടപെടലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഉണ്ട് എന്നാണ്. നേരത്തെ ചില വിഭാഗീയതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒറ്റക്കെട്ടായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിനായി പ്രയത്നിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി നേരത്തെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആരോപണങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കുവാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിനും ആ ഒരു തീരുമാനം ഇല്ല എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളൊക്കെയും പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലൂടെ വീണ്ടും തിരികെ വരുന്നു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇനി എത്രത്തോളം കാലതാമസം അദ്ദേഹത്തിന് പഴയ ആ ഒരു പീക്കിലെത്തുവാൻ അല്ലെങ്കിൽ ആ പഴയ ഒരു സ്റ്റാർ വാല്യൂ കിട്ടുവാൻ എടുക്കും എന്ന ഒരു വിശദീകരണവും വിശകലനങ്ങളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നിരൂപകരിൽ നിന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകുവാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന് അത്രത്തോളം കാര്യഗൗരവമായി വിഷയങ്ങൾ പഠിച്ചവതരിപ്പിക്കുവാനുള്ള കഴിവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മറ്റൊരു വി.ഡി. സതീശനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാം. പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ദോഷമോ അല്ലെങ്കിൽ ഒപ്പം നിന്നവരുടെ കുതികാൽ വെട്ടോ ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് ഇടിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. എങ്കിലും ആ തിരിച്ചുവരവിന് ചില ഘടകങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന രാഷ്ട്രീയ വിശകലനം കേരളത്തിലെ മാധ്യമ ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വസ്തുതയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആ പഴയ ഗ്രാഫിലേക്ക്, അതായത് പഴയ സ്റ്റാർ വാല്യൂവിലേക്ക് തിരികെ വരുവാൻ എത്രത്തോളം സമയം എടുക്കും എന്നത് വലിയൊരു ചോദ്യം തന്നെയായി അവശേഷിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തകർ സൂക്ഷിക്കേണ്ട ചില ഘടകങ്ങൾ അല്ലെങ്കിൽ ചില പ്രാധാന്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വിട്ടുപോയോ എന്നൊരു സംശയവും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.